ഇതൊരു രാഷ്ട്രീയ യുദ്ധമായി ഇത് പൂർണ്ണമായും തള്ളിപ്പോകുമോ എന്നുള്ളതാണ്. നിലവിൽ ഇപ്പോൾ ഇത് രാഷ്ട്രീയ സ്റ്റണ്ട് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് മാത്രമാണ് ഇത്തരത്തിലൊരു കാര്യം ഇപ്പോൾ പുറത്തു വരുന്നത് എന്നുൾപ്പെടെ അതിൽ ആർക്കും അത്ഭുതപ്പെടാനുണ്ടോ എന്നൊക്കെയാണ് പ്രതിപക്ഷ നേതാവാണെങ്കിലും മറ്റു കോൺഗ്രസ് നേതാക്കളാണെങ്കിലും ഒക്കെ ചോദിക്കുന്നത്. പക്ഷെ അതിനപ്പുറത്തേക്ക് നിയമ നടപടികളിലേക്കൊക്കെ കടക്കാനുള്ള സാധ്യത ആ തരത്തിൽ ഇപ്പോൾ സതീശന്റെ അക്കൗണ്ടിലേക്ക് ഫണ്ട് വന്നിട്ടില്ലെങ്കിൽ പോലും പുനർജനിക്ക് വേണ്ടി പ്രത്യേകം ഒരു അക്കൗണ്ട് രൂപീകരിച്ചു എന്നുള്ള കാര്യം വ്യക്തമാകുന്നുണ്ട്. അങ്ങനെ ഒരു നടപടികളിലേക്ക് കടക്കാനുള്ള സാധ്യത ഉണ്ടോ ഇതിൽ? പക്ഷെ ഇതിനകത്ത് ഈ നിയമ നടപടികൾ സാധ്യതയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇതിന്റെ നിയമ നടപടികൾ എന്തുകൊണ്ടുണ്ടായില്ല എന്നത് വലിയ സംശയമുണ്ടാക്കുന്ന കാര്യമാണ്. ഇപ്പോൾ ഈ റിപ്പോർട്ടിലെ വിശദാംശങ്ങൾ ഈ ഘട്ടത്തിൽ വരുന്നത് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് വി.ഡി. സതീശനൊപ്പം യു.ഡി.എഫും ആരോപിക്കുമ്പോൾ തന്നെ 11 മാസം മുമ്പ് മുഖ്യമന്ത്രിയുടെ പക്കലേക്ക് എത്തിയ CBI അന്വേഷണ ശുപാർശയിൽ എന്തുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ നടപടിയെടുക്കാതിരുന്നത്? പ്രത്യേകിച്ച് പ്രതിപക്ഷത്തിനെതിരെ വലിയ രാഷ്ട്രീയ ആയുധമാക്കാമായിരുന്ന ഒരു റിപ്പോർട്ടിൽ എന്തുകൊണ്ടാണ് അത് സംബന്ധിച്ച് ഒരു നടപടിയും അത് ക്യാബിനറ്റിലേക്ക് പോലും വരാതിരുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളത് ഇപ്പോഴും ഒരു രാഷ്ട്രീയ ദുരൂഹത തന്നെയാണ്. കാരണം അതിനകത്ത് സാധാരണഗതിയിലാണെങ്കിൽ പ്രതിപക്ഷ നേതാവിനെതിരെ ഇത്തരം ഒരു കേന്ദ്ര നിയമത്തിന്റെ ചട്ടലംഘനമൊക്കെ ഉണ്ടായി എന്ന് പറയുമ്പോൾ അത് സ്വാഭാവികമായും സർക്കാർ അതിലെ ഒരു അന്വേഷണത്തിന്റെ സാധ്യതയോ അതല്ലെങ്കിൽ വിജിലൻസ് അന്വേഷണത്തിന്റെ ശുപാർശ മന്ത്രിസഭയിൽ ചർച്ച ചെയ്യുകയൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ ഇതിൽ അങ്ങനെ ഒന്നും ചെയ്യാതിരുന്നത് എന്തുകൊണ്ടാണ് ഇത് കാത്തുവെച്ചത് എന്നത് സംബന്ധിച്ച് ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. അത് സംബന്ധിച്ച് സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഒരു വിശദീകരണം വന്നിട്ടില്ല. എന്തുകൊണ്ടാണ് അനന്തര നടപടികൾ ഉണ്ടാകാതിരുന്നത് എന്നുള്ളത് സംബന്ധിച്ചൊരു വിശദീകരണം സർക്കാരാണ് നൽകേണ്ടത്. അതേസമയം ഈ റിപ്പോർട്ട് കയ്യിൽ വെച്ചിട്ട് തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഇത് പുറത്തുവിടുന്നതിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് എന്ന് മാത്രമാണ് UDF-ന്റെ ആരോപണം. പക്ഷേ FCRA ചട്ടലംഘനങ്ങൾ നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ വ്യക്തമായ ഒരു മറുപടി പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്തു നിന്നടക്കം പുറത്തു വന്നിട്ടില്ല. ശരി, അനന്തകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തട്ടിപ്പ് നടന്നു എന്ന തരത്തിലുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരികയാണ്. പുനർജനിക്ക് വേണ്ടി മാത്രമായിട്ടൊരു അക്കൗണ്ട് രൂപീകരിച്ചു എന്നുൾപ്പെടെയുള്ള വിശദാംശങ്ങളാണ്, വിജിലൻസ് റിപ്പോർട്ടിലെ വിശദാംശങ്ങളാണ് ഇപ്പോൾ മാതൃഭൂമി ന്യൂസ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്.